നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചിരു ചേച്ചി, എനിക്കിപ്പോഴേ നിന്നെ മോനെ വന്ന് കാണാൻ പറ്റുള്ളൂ. അതിനെന്താ ചേച്ചി, എനിക്കെല്ലാം അറിയാവുന്നതല്ലേ. ചേച്ചിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്നായിരുന്നു എന്റെ പേടി. അതുണ്ടായില്ലല്ലോ. ദൈവം രക്ഷിച്ചെന്നേ പറയാൻ പറ്റൂ. അവസാന നിമിഷം എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പോലും വിചാരിച്ചല്ല. അനു രക്ഷപ്പെട്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ കടപ്പാട് വിനയനോടാ. അവൻ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനു ജയിലിൽ പോകേണ്ടി വന്നേനെ. വിനയൻ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു സമയം മുമ്പാ ഭാനുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. അല്ലച്ചാ, ഞങ്ങള് രണ്ടുപേരെയും കണ്ടു. വിനയനിപ്പം പഴയ ആളൊന്നും അല്ല. സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഈ മാറ്റം എന്നും നിലനിന്നാ മതിയായിരുന്നു അല്ലേ മോളെ? ഒരു മകൻ ജനിക്കാന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ. ദൈവം എന്തായാലും അത് സാധിച്ചു കൊടുത്തു. വിനയൻ വലിയ സന്തോഷത്തിലാ. ഇനിയെങ്കിലും ജീവിതത്തില് പുതിയ കാഴ്ചപ്പാട് അവനുണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ല, രഘുവിനെ ഇങ്ങോട്ട് വരുമോ അച്ഛാ? അവനെ ഞങ്ങൾ കണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നേ. ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. നിങ്ങളിവിടെ വെച്ചാ രഘുവിനെ കണ്ടത്? അല്ല, ഞങ്ങൾ വരുമ്പോ റൂം നമ്പർ 19 രഘു ഡോക്ടറോടൊപ്പം ഇറങ്ങി പോകുന്ന കണ്ടു. അത് ചിരുവിന്റെ മുറിയായിരിക്കും എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുകയും ചെയ്തു. അച്ഛാ, രഘുവേട്ടൻ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞവിടെ കിടപ്പുണ്ട്. രഘുവേട്ടൻ അവരെ കാണാൻ പോയതാ. എന്നിട്ട് രഘു എന്നോട് ആ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. രഘുവിന് അത്ര വേണ്ടപ്പെട്ട ഫ്രണ്ട് ആരാണ്? ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ വൈഫും വേറൊരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്നത്. രഘുവേട്ടൻ അവരെ ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതായിരിക്കും. ചിലപ്പോ രഘുവേട്ടൻ ആദ്യമായിട്ടായിരിക്കും അവരെ പോയി കാണുന്നത്. എന്തായാലും രഘുവേട്ടൻ വന്നിട്ട് നമുക്ക് ചോദിക്കാം അവരേതാന്നൊക്കെ. അവനോട് ഫുൾ ടൈം നിൽക്കാന്ന് എന്നോട് പറഞ്ഞത്. അമ്പിളിയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അച്ഛാ, അപ്പൊ മക്കളെ ആര് നോക്കും? 3 പേരില്ലേ? ഭാനുമ്മയ്ക്കും മഞ്ചാടിക്കും ഒക്കെ പറ്റുമോ? ദയയെ 2-3 ദിവസം അവിടെ കൊണ്ടുവന്ന് നിർത്താൻ ഞാൻ ശബരിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അപ്പൊ ചീരുവിന്റെ അടുത്ത് ഞാൻ ഇരിക്കാം. ഇന്ന് മാത്രമല്ല, ചീരു ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുന്നവരെ ഞാൻ ഇരുന്നോളാം. അയ്യോ, അപ്പൊ വിച്ചുമോന്റെ കാര്യം ആരും നോക്കും ചേച്ചി? അത് കുഴപ്പമില്ല ചീരു. അവിടെ സോനിയും പ്രതിഭയൊക്കെ ഉണ്ടല്ലോ. പിന്നെ രാത്രി ഞാനും ഉണ്ടാവും. ഹോസ്പിറ്റൽ മാത്രമല്ല, ചീരുവിനെ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയാലും എല്ലാവരുടെയും സഹകരണം വേണം. സിസേറിയൻ കഴിഞ്ഞല്ലേ, 3 മാസം നല്ല പരിചരണം വേണം ചീരുവിന്. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടാവും, അല്ലേ ഇന്ദ്രേട്ടാ? അതെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ മാത്രം മതി. അത് ഞങ്ങൾ ചെയ്തിരിക്കും. മതി, ഇങ്ങനൊരു ഉറപ്പ് കിട്ടിയാൽ മതി. ആശ്വാസം എനിക്ക്.